കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. തിരുവല്ലയിലെ വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തി. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. 4 മണിയോടെ തിരുവല്ല നോർത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം ചേരും. അതേസമയം CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിലും മത്സരം നടന്നു. കൊടുമൺ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വിശ്വസ്തനായ RB രാജീവ് കുമാർ വിജയിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഒപ്പം തിരുവല്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീജിത്ത്, ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തുകയാണ് പത്തനംതിട്ടയിലേക്ക്. അവിടെ കഴിഞ്ഞ ദിവസവും സമ്മേളനത്തിൽ കണ്ടതാണ്. പ്രവർത്തന റിപ്പോർട്ട് നൽകുന്നു, അത് മടക്കി വാങ്ങുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇന്ന് സംസ്ഥാന സെക്രട്ടറി എത്തുമ്പോൾ അപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിലും മത്സരം. എന്താണ് നിലവിൽ പത്തനംതിട്ടയിലെ സാഹചര്യം? ആരൊക്കെയാണ് മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് ഈ യോഗത്തിന്. അല്പസമയം മുൻപാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് തിരുവല്ലയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നു? മറ്റ് ഏരിയ കമ്മിറ്റികളിലൊന്നും തന്നെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ചെറിയ ചില മത്സരങ്ങളോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളോ ഒഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് തിരുവല്ലയിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്? അതിന് ഉത്തരവാദികൾ ആരാ എന്ന ചോദ്യത്തിന് 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് തന്നെയാണ് മുന്നിലുള്ളത്. ഇവർ തമ്മിലുള്ള മത്സരം, കിടമത്സരം തന്നെയാണ് ഈ പ്രശ്നമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും CC സജിമോൻ, പീഡനക്കേസ് പ്രതിയായ CC സജിമോനെ തിരിച്ചെടുത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് പൂർണ്ണമായി പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതിനുശേഷം അതൊരു പാനലായി മത്സര രംഗത്തേക്ക് വരികയും ചെയ്തതോടുകൂടിയാണ് വലിയ തോതിലുള്ള അസ്വാരസ്യവും പിന്നീട് ഈ കമ്മിറ്റി അലങ്കോലപ്പെടുകയും ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെടുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യം ഒട്ടും ഒരു കേഡർ പാർട്ടിക്കൊട്ടും ആശാസ്യകരമല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വിലയിരുത്തുന്നു. രാവിലെ നമ്മളോട് പറഞ്ഞ ചില ജീർണതകളുണ്ട് പാർട്ടിയിൽ, അത് പരിഹരിക്കുമെന്നാണ്. നേരത്തെ ശ്രീജിത്തും അതുപോലെ തന്നെ ദീപക് ധർമ്മടവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഒരു കീഴ്വഴക്കമല്ല. സമ്മേളനം നടക്കുമ്പോൾ പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നത്. എന്തായാലും കൊല്ലത്ത് നമ്മളത് കണ്ടു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവല്ലയിലും പാർട്ടി ആലോചിക്കുന്നത്. ഒരു സമവായ ശ്രമം എന്നതിനപ്പുറത്തേക്ക് കടുത്ത ഒരു മുന്നറിയിപ്പ് തന്നെ നൽകാനാണ് സംസ്ഥാന സെക്രട്ടറി എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ളൊരു ഫോർമുല, ഈ പറയുന്നത് പോലെ ഒരു സമവായ ഫോർമുല ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഫോർമുല സമ്മതിച്ചില്ലെങ്കിൽ, ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ തിരുവല്ലയിലെ നേതാക്കൾ എത്തിച്ചേരും. അവർ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവല്ലയിലെ നേതാക്കൾ എത്തിച്ചേരും. അവരുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം ചേരും. കൃത്യമായ മുന്നറിയിപ്പ് നൽകും. എന്തായാലും ഈ പ്രവർത്തന റിപ്പോർട്ട് തിരുവല്ലയിലെ ഈ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുറെ കാലമായി തന്നെ അവിടെ മുതിർന്ന നേതാക്കൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് കടുത്ത എതിർപ്പ് ചുമത്ര ഉൾപ്പെടെയുള്ള തിരുവല്ലയിലെ പല ലോക്കൽ മേഖലകളിലും അവർക്കുണ്ട്. ആ പ്രദേശത്തു നിന്നുള്ള നേതാക്കളോട് തന്നെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾക്ക് എതിർപ്പ്. അങ്ങനെ തമ്മിൽ തല്ലും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ദീർഘകാലമായി തുടർന്നു പോവുകയാണ്. മാത്രമല്ല, ഇന്നലെ പുറത്തു വന്ന പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ തോമസ് ഐസക്കിനെ തോൽപ്പിക്കുവാനുള്ള പണിയെടുത്തു ഏരിയയിൽ ചില നേതാക്കളെന്ന ഗുരുതരമായ പരാമർശങ്ങളുമുണ്ടല്ലോ. ആ ഘട്ടത്തിൽ ഇനി ചേരുന്ന ലോക്കൽ കമ്മിറ്റി ഒപ്പം ഏരിയ കമ്മിറ്റി നേതാക്കളുടെ യോഗം, അതിൽ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ മുന്നറിയിപ്പും നിർദ്ദേശവും നൽകാൻ സാധ്യതയില്ലേ? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിൽ ഏറ്റവും എടുത്ത് പ്രധാനപ്പെട്ട വിമർശനം എന്നത് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അത് CC സജിമോനെ വീണ്ടും പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ, ആദ്യഘട്ടത്തിൽ ഒരു നടപടിയെടുത്തതാണ്, വീണ്ടും പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ കൃത്യമായ രീതിയിൽ ഒരു പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു എന്നാണ് കൃത്യമായ രീതിയിൽ തന്നെ അവർ, അതായത് എതിർ വിഭാഗം പറയുന്നത്. എന്തായാലും ഫ്രാൻസിസ് വി ആന്റണി, മുൻ ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളാണ് സജിമോൻ പക്ഷത്ത് നിൽക്കുന്നത്. അവർ ഇത് പൂർണ്ണമായി തള്ളുകയാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രം, അതായത് ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറും പ്രവർത്തന റിപ്പോർട്ടിൽ സജിമോനെതിരായും അതുപോലെ തന്നെ ഒരു വിഭാഗത്തിനെതിരായും കൃത്യമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നൊരു ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. ഇതൊക്കെ ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും മുൻപിലുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ ഇന്ന് ചർച്ചയാകും. പുറത്ത് കൊടുമ്പിരി കൊണ്ട മഴ പെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ്
കൊടുമൺ ഏരിയ സമ്മേളനം പൂർത്തിയായത്. ഈ ഏരിയ സമ്മേളനം കൊടുമൺ ഏരിയ കമ്മിറ്റി കീഴിലാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ വീടടക്കം അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റിയാണ്. ആ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. അവിടെ ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനായ RB രാജീവ് കുമാറാണ് 13 വോട്ടുകൾ നേടിക്കൊണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്നത്. ഏഴംകുളത്ത് നിന്നുള്ള പ്രസന്നകുമാറാണ് മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം. അദ്ദേഹമാണ് മത്സരിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മത്സരം അദ്ദേഹത്തിന് വെറും 7 വോട്ട് നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റിയിൽ പോലും മത്സരം നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ മത്സരം ഒഴിവാക്കാൻ ഒരുപാട് തവണ ശ്രമം നടന്നിരുന്നു. പക്ഷേ ഒരു വിഭാഗം മത്സരവുമായി രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ ഇന്ന് ചർച്ചയാകും. തിരുവല്ലയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി അഡ്ഹോc കമ്മിറ്റി രൂപീകരിക്കുക. ശേഷം 11-ാം തീയതിയാണ് തിരുവല്ല ഏരിയ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. സംഘടനാപരമായ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള ഏക പോംവഴി. അതിലേക്ക് അവർ കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചേരും. ഗോകുൽ. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഈ കൊടുമണ്ണിലുണ്ടായ മത്സരം, ഈ തിരുവല്ലയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തർക്കങ്ങൾ അല്ലെങ്കിൽ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന എതിർപ്പൊക്കെ നിലനിൽക്കുമ്പോഴാണ് കൊടുമണ്ണിൽ ഈ ഒരു മത്സരം ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടറിക്ക് പോലും ആയില്ലേ? അതല്ല, ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനായ ആൾ സെക്രട്ടറി ആവാൻ വേണ്ടി ആ മത്സരത്തിന് അതിൽ ഒരു സമവായത്തിന് അവിടെ ശ്രമം ഉണ്ടായില്ലേ? സമവായ ശ്രമം ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. കാര്യമായ ചർച്ചകളിലേക്കൊന്നും തന്നെ കടന്നിരുന്നില്ല. മത്സരം ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മത്സരം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇന്ന് രാവിലെയോടുകൂടിയാണ്. RB രാജീവ് കുമാറിനെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഒരു വിഭാഗം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രസന്നകുമാർ മത്സരരംഗത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയത്. ഒരുപാട് തവണ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും ഒക്കെ ഈ മത്സരം ഒഴിവാക്കണം, ഇത് വിഭാഗീയതയായി വ്യാഖ്യാനിക്കപ്പെടും, സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെ മത്സരരംഗത്തേക്ക് പ്രസന്നകുമാറും അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളും കടക്കുകയായിരുന്നു. എന്തായാലും പ്രസന്നകുമാറിന് പരാജയപ്പെടേണ്ടി വന്നു. 7 വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറിയുടെ ഏറ്റവും വിശ്വസ്തനായ RB രാജീവ് കുമാർ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതും വരും ദിവസങ്ങളിൽ, ഈ സമ്മേളനത്തിന് ശേഷം വരും ദിവസങ്ങളിൽ ഇതും ചർച്ചയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരുന്ന ദിവസം തന്നെ സമാനമായ രീതിയിൽ കൊടുമണിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ശക്തനായ ജില്ലാ സെക്രട്ടറി, സംസ്ഥാനത്തിന് ശക്തനായ ജില്ലാ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന KP ഉദയഭാനുവിൻ്റെ ഒരേ ഏരിയ കമ്മിറ്റിയിൽ തന്നെ മത്സരം നടന്നിരിക്കുന്നു. അതും ഒരു ചർച്ചയായി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ മുൻപിലേക്ക് എത്തുകയാണ്. ശരി ശ്രീജിത്ത്, ഏതായാലും പത്തനംതിട്ടയിൽ തകർത്ത് മഴ പെയ്യുമ്പോൾ CPM കേന്ദ്രങ്ങളിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം. എന്ത് തീരുമാനമുണ്ടാകും അവിടുത്തെ സമ്മേളനത്തിന്റെ കാര്യത്തിലടക്കമെന്ന് കാത്തിരുന്ന് കാണാം.